അപ്പോൾ നമ്മളിങ്ങനെ പരിചയപ്പെടാൻ പോകുന്നത് ഷാലൂക്കാടെ പാരൻറ്റ് സ്റ്റോക്കിനെയാണ്. അപ്പോൾ ഇവിടെ എത്ര അധികം പാരൻറ്റ് സ്റ്റോക്കുകൾ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 100-ൽ മീതെ പാരൻറ്റ് സ്റ്റോക്ക് ഉണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റോക്ക് തന്നെയായിട്ട് പാരൻസ് തന്നെ? ഓക്കെ, പാരൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ മുകളിലത്തെ മറ്റേ ഷെഡിലും കൂടെ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ 200-250 പാരൻറ്റ് സ്റ്റോക്കിലോട്ട് നമ്മൾ എത്തുന്നതാണ്. 2 മാസത്തിനുള്ളിൽ നമ്മൾ എത്തും. അപ്പോൾ കറണ്ട് ഇതിൽ നമ്മളതിൽ ഇപ്പോൾ ഒരു 100-120 പാരൻറ്റ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ജയൻറ്റും സോവിച്ചിഞ്ചിലെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പ്യുവർ ബ്രീഡ് ചെയ്യുന്നത് വൈറ്റ് ജയൻറ്റും സോവിച്ചിഞ്ചിലും തന്നെയാണ് നമ്മളൊരു ബ്രീഡർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഒരു ബ്രീഡിങ് സ്റ്റോക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ 2 ഇത് തന്നെയാണ് കൊടുക്കുന്നത്. മറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നത് അതൊരു യൂണിറ്റായിട്ടാണ് കൊടുക്കുന്നത്. അത് ഒരു 7 ഫീമെയിലും 3 മെയിലും എന്നുള്ള കണക്കിൽ തന്നെ അതൊരു 2 മാസം കഴിഞ്ഞതിനാണ് നമ്മൾ ഒരു ബ്രീഡർക്ക് ബ്രീഡിങ്ങിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു പാരൻറ്റ് സ്റ്റോക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് എത്ര കാലം കഴിഞ്ഞാണ് അടുത്ത മീറ്റിംഗ് ചെയ്യുന്നത്? ഇപ്പോൾ നോർമൽ നമുക്ക് ഇതിന് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, അത് വീട്ടിലേക്ക് ഈ മതിച്ചക്രം എന്നുള്ളൊരു സംഭവമില്ല. നമ്മൾ എന്ന് ക്രോസ് ചെയ്യിക്കുന്നു ആ ക്രോസിങ് കഴിഞ്ഞ 12 അവേഴ്സിനുള്ളിൽ അവർക്ക് അടുത്ത അണ്ടവിസർജനം നടക്കും. അത് ക്രോസിങ് കഴിഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യിക്കാം. ഡെലിവറി കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യിക്കാവുന്നതാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെ പ്രസവം കഴിഞ്ഞ് ഇവർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളത് അവരെ ബോഡി മെയിൻ്റെനൻസ് വരും. പിന്നെ അവരെ സ്വന്തം ബോഡി മെയിൻ്റെനൻസിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടുള്ള എനർജി അതുപോലെ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ ഇവരുടെ ശരീരത്തേക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റിയിടുന്നത്. അപ്പോൾ 30 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 1 or 2 വീക്സ് അത് നമ്മൾ ആ മൊയിലിൻ്റെ ഹെൽത്ത് പോലെ ഇരിക്കും. നല്ല ഹെൽത്തി മൊയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 വീക്ക് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ക്രോസ് ചെയ്യിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളൊരു 2 വീക്സ് ആയിട്ടുള്ള ഹെൽത്ത് ഒന്ന് റെഡി ആവുന്ന വരയ്ക്കും നമ്മൾ നിർത്തിയിട്ട് പിന്നെ ക്രോസ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ, അതായത് ഇപ്പം പ്രസവിക്കാറായ കാലയളവിൽ മീറ്റിംഗ് പീരീഡിന് ശേഷം നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട്? നമ്മൾ പൊതുവേ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രോസിങ് കഴിഞ്ഞ് ഒരു 10 to 15 ഡേയ്സ് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ കാൽസ്യം ടോണിക് കൊടുക്കും. അത് കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനും നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു തള്ളയ്ക്ക് പാലുണ്ടാവാനും കൂടെ നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ പ്രസവം കഴിഞ്ഞ് ഒരു 10 ദിവസം വരെ നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറെ നമ്മൾ സാധാ മൾട്ടി വൈറ്റമിൻസും അതൊക്കെ തന്നെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഏതിൻ്റെ കുഞ്ഞുങ്ങളാണ്? എത്ര? ഇത് വൈജയൻ്റാണ്. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 3-4 ദിവസം ആയിട്ടുള്ളൂ. 4 ദിവസം ആയിട്ടുള്ളൂ. സാധാരണ നമ്മളിത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ചൂട് കിട്ടേണ്ടതായിട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചകിരിയുടെ നാരുണ്ടല്ലോ, ഈ ചകിരിച്ചോറ് കളഞ്ഞ നാര്, അത് നമ്മൾ ഇട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ചൂടായതുകൊണ്ട് അവരായിട്ട് തന്നെ കുറേ എടുത്ത് പുറത്ത് കളഞ്ഞു. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഹീറ്റ് കയറ്റണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് നമ്മളത് ഇട്ട് കൊടുക്കാതിരിക്കുന്നത്. നോർമലി നമ്മൾ ഈ നെസ്റ്റ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ചകിരിയുടെ ഈ നാരും കൂടെ വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ രോമം അതിൽ പറിച്ചിട്ട് അതിലാണ് പ്രസവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഈ ചൂടിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇതാണ് അവർക്കൊന്നും കൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്. ഇതിലിപ്പോൾ ഒരു വൈറ്റ് കുഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും. അത് ക്രോസ് ബ്രീഡായിട്ടല്ല. നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില തള്ളമുയലുകൾ ഈ കുഞ്ഞുങ്ങളെ നോക്കാതെ തള്ളമുയലുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഈ നല്ലോണം നോക്കുന്ന തള്ളയുടെ കൂട്ടത്തിൽ അതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിഫറെൻറ്റ് കളറാകുമ്പോൾ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഇത് നമ്മൾ നെക്സ്റ്റ് ബോക്സ് മാറ്റിയിട്ട് നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ന കേജിലെ കുട്ടിയാണ് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ഇന്ന ഈ തള്ളയുടെ പാരൻസിൻ്റെ കുഞ്ഞാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 കളറിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ജയൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ സോവിയച്ചിഞ്ചിലയുടെ ട്രയൽ ഇട്ട് കൊടുക്കും. സോവിയച്ചിഞ്ചിലയുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ വൈറ്റ് ജയൻ്റെ ട്രയൽ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലത്തെ ട്രേ ആകുമ്പോഴൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒന്നുകൂടി ഹൈറ്റ് കൂടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ട്രേ ആകുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവർ 10-12 ദിവസം കഴിഞ്ഞാൽ ഇവർ കണ്ണ് തുറക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇവർ ഇതിലോട്ട് പുറത്തോട്ട് ചാടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ തള്ളമുയൽ എപ്പോഴും ട്രയൽ കയറിയിട്ടാണ് പാല് കൊടുക്കുന്നത്.
അപ്പോൾ ഇവർ ഈ ട്രേയുടെ ഇടയിലൊക്കെ ഗ്യാപ്പുകളിൽ പോയി നിൽക്കുമ്പോൾ ഇവർക്ക് പാല് കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും അത് നോട്ട് ചെയ്യുക. അങ്ങനെ പുറത്ത് ചാടിയ കുഞ്ഞുങ്ങളെ വീണ്ടും എടുത്ത് ട്രയലോട്ട് ഇട്ട് കൊടുക്കുക. കാരണം കണ്ണ് തുറന്ന ഒരുവിധം ഇവർ തപ്പിപ്പോയി പാല് കുടിക്കുന്നതാണ്. പക്ഷേ ഈ ട്രേയുടെ ഒക്കെ ഇടയിൽ ഗ്യാപ്പുകളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ മരത്തോണ്ടാണ് നെസ്റ്റ് ബോക്സ് അടിക്കാറ്. അത് കുറച്ച് ഹൈറ്റിൽ, ഇതിനെക്കാട്ടി ഹൈറ്റ് ആകുമ്പോൾ ഇവർക്ക് പുറത്ത് കടക്കാൻ കഴിയില്ല. ഒരു 80% തള്ളമയിലുകൾ നമ്മളിപ്പോൾ ട്രൈ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഒരു ക്രോസിങ് കഴിഞ്ഞ് ഒരു 28 ദിവസം കഴിഞ്ഞ് ട്രൈ വയ്ക്കുകയാണെങ്കിൽ രോമൊക്കെ പറിച്ച് അതിലോട്ട് തന്നെയാണ് പ്രസവിക്കാറ്. അപ്പോൾ ചില തള്ളമയിലുകൾ ട്രൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതിൽ പ്രസവിക്കില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ അടിയിലിട്ടുള്ളത് ഒന്നിക്കര നെറ്റാണ്. അപ്പോൾ അതിനിടയിൽ വീട്ടിലെ കാല് പെടാനും തല പെടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരക്കര നെറ്റ് അതിനടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് കുഞ്ഞുങ്ങൾ താഴെ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എല്ലാ കർഷകരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇതെന്ന് പറയുമ്പോൾ ഒരു 20 ദിവസം ആയ കുഞ്ഞുങ്ങളാണത്. 20 ദിവസം എത്തിയിട്ടുള്ള കുഞ്ഞുങ്ങളാണത്. നമ്മളൊരു 30 ദിവസം ആയാലാണ് നമ്മൾ ഇവരെ വേവിങ് ചെയ്യുന്നത്. വേറെ കൂടിലോട്ട് മാറ്റിയിടുന്നത് 30 ദിവസം എത്തുമ്പോഴാണ്. ഇത് പുല്ല് തന്നെയാണ് എത്ര? ഇത് ഏകദേശം ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഇവർ തള്ള മുയലുകൾ തിന്നണ കണ്ടിട്ട് ഇവർ ഓട്ടോമാറ്റിക് ഇവരും ഈ കൈത്തീറ്റയും പുല്ലും എല്ലാം കഴിച്ചു തുടങ്ങുന്നത്. അത് നമ്മൾ വേറെ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവരങ്ങോട്ട് ശീലിച്ചോളും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ, അതായത് കഴിഞ്ഞ 2 എപ്പിസോഡ്സിലൂടെ നമ്മുടെ ശാലുബക്കാട് റാബിറ്റ് ഫാമാണ് കണ്ടത്. അപ്പോൾ ഇത് പൂർണ്ണമായാണ്, ഇത് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിട പറയുകയാണ് നമ്മുടെ ശാലുബക്കാട് എടുത്തു നിന്നും. അപ്പോൾ അതുവരേക്കും ബൈ. ഓക്കെ, താങ്ക് യു.